ബാലരാമപുരത്ത് 2 വയസ്സുകാരിയുടെ കൊലപാതകത്തിൽ ജോത്സ്യൻ കസ്റ്റഡിയിൽ. ജോത്സ്യൻ ശംഖുമുഖം ദേവിദാസന്റെ ഉപദേശത്തിൽ കുട്ടിയെ കൊന്നതാണോ എന്ന് പരിശോധിക്കുന്നു. അമ്മയെ കുറ്റവിമുക്തയാക്കിയിട്ടില്ലെന്ന് പോലീസ്. മുനമ്പത്ത് പിടിയിലായ ബംഗ്ലാദേശികൾ 10 വർഷമായി കേരളത്തിൽ താമസിക്കുന്നവരെന്ന് പോലീസ്. വ്യാജ ആധാർ കാർഡ് സംഘടിപ്പിച്ചത് ബംഗാളിലെ ഏജന്റുമാർ വഴി. സംസ്ഥാനത്ത് ഇവർക്ക് സഹായം നൽകിയവരെക്കുറിച്ച് അന്വേഷണം. തൃപ്പൂണിത്തുറ തിരുവാണിയൂർ ഗ്ലോബൽ സ്കൂളിലെ റാഗിങ്ങിനെ തുടർന്നുള്ള ആത്മഹത്യയിൽ അന്വേഷണം തുടങ്ങി പോലീസ്. സ്കൂളിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുന്നു. വിദ്യാർത്ഥിയോ കുടുംബമോ പരാതിപ്പെട്ടിരുന്നില്ലെന്ന് സ്കൂൾ മാനേജ്മെന്റ്. ഇന്ത്യ ഉടൻ 3ാം സാമ്പത്തിക ശക്തിയാകുമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ലക്ഷ്യം വികസിത ഭാരതമെന്ന് പ്രധാനമന്ത്രി. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന് തുടക്കം. നിരവധി നിർണായക ബില്ലുകൾ സഭയിലെത്തും. പൊതുബജറ്റ് നാളെ. സ്വർണ്ണവില കുതിച്ചുയരുന്നു. പവൻ 61,840 രൂപയായി. ഇന്ന് 960 രൂപ കൂടി. ഒരു മാസത്തിനിടയിൽ വർധന 4,640 രൂപ. യമുനയെ മലിനമാക്കിയെന്ന ആരോപണത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ അരവിന്ദ് കേജ്രിവാൾ. വിശദീകരണം ഡൽഹി ജല ബോർഡിന്റെ രേഖകൾ ഉദ്ധരിച്ച് 14 പേജുള്ള വിശദീകരണ കത്ത് കൈമാറി. അമേരിക്കയിൽ യാത്രാ വിമാനവും ഹെലികോപ്റ്ററും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ആരും ജീവനോടെയില്ല. വിമാനത്തിലുണ്ടായിരുന്ന 64 പേരും സൈനിക ഹെലികോപ്റ്ററിലെ 3 പേരും മരിച്ചു. സൈനിക ഹെലികോപ്റ്റർ ഇരട്ടി ഉയരത്തിൽ പറന്നത് അപകട കാരണം. രഞ്ജി ട്രോഫിയിലും നിരാശപ്പെടുത്തി വിരാട് കോഹ്ലി. റെയിൽവേസിനെതിരെ 6 റൺസിന് പുറത്ത്. കോഹ്ലിയെ ക്ലീൻ ബോൾഡാക്കിയത് പേസർ ഹിമാൻഷു സംഘ്വാൻ. തിരുവനന്തപുരം ബാലരാമപുരത്തെ 2.5 വയസ്സുകാരിയുടെ കൊലപാതകത്തിലേക്ക് നയിച്ച കാരണം കണ്ടെത്താൻ ഇതുവരെ പോലീസിന് കഴിഞ്ഞിട്ടില്ല. പ്രതിയുടെ മൊഴിയിൽ പരാമർശിക്കുന്ന മുൻ വൈരാഗ്യത്തിനപ്പുറം കുടുംബത്തിലെ അന്ധവിശ്വാസം ഉണ്ടായിരുന്നതായും ഹരികുമാറും ശ്രീതുവും തലമുണ്ടനം ചെയ്തത് ഒരു ജോത്സ്യന്റെ നിർദ്ദേശപ്രകാരമാണെന്നുമാണ് കണ്ടെത്തൽ. കുടുംബവുമായി ബന്ധമുണ്ടായിരുന്ന ജോത്സ്യൻ ശംഖുമുഖം ദേവിദാസനെ വിശദമായി ചോദ്യം ചെയ്യാനായി പോലീസ് വിളിച്ചു വരുത്തിയിട്ടുണ്ട്. തന്റെ ഇഷ്ടങ്ങൾക്ക് വഴങ്ങാത്തതിനാൽ ശ്രീധുവിനോട് തോന്നിയ വൈരാഗ്യമാണ് ദേവേന്ദുവിന്റെ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നായിരുന്നു പ്രതി ഹരികുമാർ അന്വേഷണ സംഘത്തോട് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത്. എന്നാൽ കുട്ടിയുടെ അമ്മയുടെയും അമ്മാവന്റെയും വാട്സ്ആപ്പ് ചാറ്റുകൾ വിശദമായി പരിശോധിച്ച പോലീസ് സംഘത്തിന് സംശയങ്ങൾ ഏറി. സംഭവം നടന്ന വീടിനുള്ളിൽ ദുരൂഹമായ നിലയിൽ കണ്ടെത്തിയ വസ്തുക്കളടക്കം വിശദമായി പരിശോധിച്ചു. ഇതോടെയാണ് കുടുംബം അന്ധവിശ്വാസത്തിന് അടിമകളായിരുന്നെന്നും കരിക്കകം സ്വദേശിയായ ജോത്സ്യനുമായി ബന്ധമുണ്ടായിരുന്നെന്നും കണ്ടെത്തിയത്. ഹരികുമാറും ശ്രീധുവും തലമുണ്ടനം ചെയ്തത് ജോത്സ്യനായ ശംഖുമുഖം ദേവദാസന്റെ നിർദ്ദേശത്തെ തുടർന്നാണെന്ന് തെളിഞ്ഞതോടെ വിശദമായ ചോദ്യം ചെയ്യലിനായി ഇയാളെ ബാലരാമപുരം പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി. റൂറൽ SP S സുദർശനന്റെ നേതൃത്വത്തിൽ സംഭവ സ്ഥലത്ത് പരിശോധന നടത്തിയതിനു ശേഷം സ്റ്റേഷനിലെത്തി കുടുംബാംഗങ്ങളെയും ജോത്സ്യനെയും വിശദമായി ചോദ്യം ചെയ്തു. കൂടുതൽ വിശദാംശങ്ങൾ ഇപ്പോൾ പങ്കുവെക്കാനാവില്ലെന്നും അന്വേഷണം തുടരുകയാണെന്നുമായിരുന്നു റൂറൽ ജില്ലാ പോലീസ് മേധാവിയുടെ പ്രതികരണം. പ്രതിക്ക് ഈ കേസിൽ പങ്കുള്ളതായിട്ടുള്ള കാര്യം മനസ്സിലായിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ പ്രതി അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ച് സയന്റിഫിക് എക്സാമിനേഷൻ കൂടി ആവശ്യമുണ്ട്. ഇതിന് മൊബൈൽ ഫോൺ സീസ് ചെയ്തിട്ടുണ്ട്. പിന്നെ സാഹചര്യ തെളിവുകൾ കുറച്ചുകൂടി വിലയിരുത്തേണ്ടതുണ്ട്. ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കും. പ്രതി കുറ്റം ചെയ്തതായി ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. കാരണങ്ങളും മറ്റേതിന്റെ മോട്ടീവ്സ്, ഇന്റൻഷൻ, ഈ കാരണങ്ങളൊക്കെ കുറച്ചുകൂടി കൂടുതൽ നമ്മൾ അന്വേഷിക്കുന്നുണ്ട്. ഇയാൾ പറയുന്ന കാര്യങ്ങൾ വസ്തുതയുണ്ടോ, അത് ശരിയാണെന്നുള്ള പരിശോധിച്ച് നോക്കിയാൽ മാത്രമേ പറയാം. ഈ ആചാര്യനെ സംബന്ധിച്ച് എന്തെങ്കിലും സൂചന കിട്ടിയിട്ടുണ്ട്? ഇതാരാണ്, എന്താണ്? ഇതുമായിട്ട് ബന്ധപ്പെട്ട ആളുകളെ കുറിച്ച് എല്ലാം സൂചനയുണ്ട്. അത് കൂടുതൽ നമുക്ക് മനസ്സിലാക്കിയെടുക്കേണ്ട കാര്യമുള്ളൂ. വിശദമായ ചോദ്യം ചെയ്യലിനായി ദേവേന്ദുവിന്റെ മുത്തശ്ശിയെയും മൂത്ത സഹോദരിയെയും അച്ഛൻ ശ്രീജിത്തിനെയും സ്റ്റേഷനിൽ വിളിച്ചുവരുത്തി. മൊഴികളിലെ അവ്യക്തത മാറാനാണ് ഇപ്പോഴും ചോദ്യം ചെയ്യൽ തുടരുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം. കൊലപാതകം നടത്തിയത് താനാണെന്ന അമ്മാവൻ ഹരികുമാറിന്റെ കുറ്റസമ്മതം പോലീസ് വിശ്വസിക്കുന്നുണ്ട്. എന്നാൽ അതിനപ്പുറമുള്ള ചില സംശയങ്ങൾ പരിശോധിക്കുകയാണ്. കൊലപാതകത്തിന് പ്രേരിപ്പിച്ച കാരണത്തിലാണ് സംശയം ഇപ്പോഴും ഉള്ളത്. കുഞ്ഞിന്റെ അമ്മയും അമ്മാവനും തമ്മിലുള്ള വാട്സാപ്പ് ചാറ്റുകൾ, മന്ത്രവാദിയുടെ ബന്ധം, ഇതെല്ലാം പോലീസ് പരിശോധിക്കുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ഡാൻ കുര്യൻ ചേരുകയാണ്. ഡാൻ, ഇപ്പോഴും
കൊലപാതകത്തിന് കാരണം എന്ത് എന്ന് കണ്ടെത്തുവാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ലല്ലോ. ജോൾസിന്റെ പങ്കാളിത്തം അന്വേഷിക്കുന്നു എന്ന് പറയുമ്പോൾ ജോൾസിന്റെ ഉപദേശം ഈ കൊലപാതകത്തിന് കാരണമായോ? അതല്ലേ അന്വേഷിക്കുന്നത്. പക്ഷെ അതിൽ പോലീസിന് എന്തെങ്കിലും വ്യക്തത വരുന്നുണ്ടോ ഇപ്പോൾ? മഞ്ജുഷ, മുൻവൈരാഗ്യമാണ് ഇങ്ങനെയൊരു കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നായിരുന്നു ഇന്നലെ ഏറെ മണിക്കൂറുകൾ ചോദ്യം ചെയ്യുമ്പോഴും ഹരികുമാർ പോലീസിനോട് നടത്തിയ കുറ്റസമ്മതം. പക്ഷേ അതിനപ്പുറത്തേക്ക് ചില കാരണങ്ങളുണ്ട് എന്ന് പോലീസിനെ സംശയിപ്പിച്ചത് ഈ വീടിനുള്ളിൽ സംഭവം നടന്ന വീടിന്റെ പരിസരത്ത് നിന്നുൾപ്പെടെ കണ്ടെത്തിയ ചില ദുരൂഹത ഉണർത്തുന്ന വസ്തുക്കളായിരുന്നു. അതോടൊപ്പം തന്നെ ഈ ഫോൺ രേഖകൾ, അതായത് ഈ രണ്ടുപേര് തമ്മിലുള്ള ശ്രീജിത്തും അതോടൊപ്പം തന്നെ ഈ ഹരികുമാറും അതോടൊപ്പം തന്നെ ശ്രീതുവും ഇവരുടെയൊക്കെ വാട്സാപ്പ് ചാറ്റുകൾ പോലീസ് പരിശോധിച്ചു. അതിൽ നിന്നാണ് ഈ മുൻവൈരാഗ്യം എന്ന ഹരികുമാർ ആവർത്തിക്കുന്ന കാര്യത്തിനപ്പുറത്തേക്ക് മറ്റെന്തൊക്കെയോ ചില കാരണങ്ങൾ കൂടി ഇതിലേക്ക് നയിച്ചിട്ടുണ്ട് എന്നൊരു സൂചന പോലീസിന് ലഭിക്കുന്നത്. അങ്ങനെയാണ് ഇവർ തലമുണ്ടനം ചെയ്യാനിടയായ സാഹചര്യം എന്താണ് എന്ന് പോലീസ് പരിശോധിക്കുന്നത്. അവിടെയാണ് ശംഖുമുഖം ദേവിദാസൻ എന്ന ജോത്സ്യനുമായി ഈ കുടുംബത്തിന്, പ്രത്യേകിച്ച് ഹരികുമാറിനും ശ്രീധുവിനുള്ള ബന്ധം എന്ത് എന്ന ചോദ്യത്തിലേക്ക് പോലീസ് എത്തുന്നത്. അങ്ങനെ രാവിലെ പ്രാഥമികമായ പരിശോധനകൾ നടത്തിയതിനു ശേഷം റൂറൽ ജില്ലാ പോലീസ് മേധാവി എസ് സുദർശന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഈ വീടിനുള്ളിൽ വിശദമായ പരിശോധന പൂർത്തിയാക്കി. തൊട്ടു പിന്നാലെയാണ് പോലീസ് സംഘം ഈ ശംഖുമുഖം ദേവിദാസനെ കസ്റ്റഡിയിലെടുത്ത് ഈ ബാലരാമപുരം പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചത്. തുടർന്ന് ഏതാണ്ട് 1.5 മണിക്കൂർ പിന്നിടുന്നു. ഇപ്പോഴും ഈ ചോദ്യം ചെയ്യൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ജോൾസിന് പുറമെ ഈ ദേവേന്ദുവിന്റെ മുത്തശ്ശി, അച്ഛൻ, മൂത്ത സഹോദരി ഇവരൊക്കെ സ്റ്റേഷനിലുണ്ട്. ഇവരെ വെവ്വേറെയായും ഒരുമിച്ചിരുത്തിയും ചോദ്യം ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട് പോലീസിന് ഇപ്പോൾ മുമ്പിൽ നിൽക്കുന്ന പ്രധാനപ്പെട്ട സംശയങ്ങൾ ദൂരീകരിക്കാനാകും. അതിലെ അവ്യക്തതകൾ കൃത്യമായി മാറും എന്നൊരു നിഗമനത്തിലാണ് അന്വേഷണം തുടരുന്നത്. പക്ഷേ സംഭവം നടന്ന് ഒരു ദിവസം പിന്നിടുമ്പോഴും കൊലപാതകത്തിലേക്ക് നയിച്ച യഥാർത്ഥ കാരണം എന്ത് എന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരം കണ്ടെത്താൻ ഇപ്പോഴും പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്നതാണ് വസ്തുത. അതിനുവേണ്ടിയുള്ള അന്വേഷണമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. ഇതിലെ ദുരൂഹത മാറ്റുന്നതിനുള്ള ശ്രമമാണ് ഇപ്പോഴും പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എറണാകുളത്ത് റാഗിങ്ങിനെ തുടർന്ന് 15-കാരൻ ആത്മഹത്യ ചെയ്തെന്ന പരാതിയിൽ പോലീസ് അന്വേഷണം തുടങ്ങി. തിരുവാണിയൂർ ഗ്ലോബൽ പബ്ലിക് സ്കൂൾ വിദ്യാർത്ഥി മിഹിർ അഹമ്മദാണ് 2 ആഴ്ച മുമ്പ് ഫ്ളാറ്റിന് മുകളിൽ നിന്ന് ചാടി മരിച്ചത്. കുട്ടി മുൻപ് പഠിച്ചിരുന്ന ജം സ്കൂളിലെ വൈസ് പ്രിൻസിപ്പലിനെതിരെയും കുടുംബം ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. സ്കൂളിൽ അതിക്രൂരമായി മിഹിർ റാഗ് ചെയ്യപ്പെട്ടെന്നും സ്കൂൾ അധികൃതർ ഇടപെട്ടില്ലെന്നുമാണ് കുടുംബത്തിന്റെ ആരോപണം. കഴിഞ്ഞ ദിവസം മിഹിറിന്റെ രക്ഷിതാക്കൾ പോലീസിന് കൈമാറിയ പരാതിയിലാണ് ക്രൂരമായ റാഗിങ്ങിനെക്കുറിച്ച് വ്യക്തമാക്കുന്നത്. സ്കൂളിൽ വെച്ചും സ്കൂൾ ബസ്സിൽ വെച്ചും മകൻ അതിക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടുവെന്നും സംഭവത്തിൽ മുഖ്യമന്ത്രിക്കും ഡിജിപിക്കും പരാതി നൽകിയിട്ടുണ്ടെന്നും കുടുംബം. എന്നാൽ ആരോപണം വസ്തുതാപരമല്ലെന്നാണ് സ്കൂൾ അധികൃതരുടെ വാദം. സ്കൂളിൽ വെച്ച് റാഗിംഗ് നേരിടേണ്ടി വന്നതായി മിഹിർ അധ്യാപകരോട് പരാതിപ്പെട്ടിട്ടില്ലെന്നും ഒന്നും മറച്ചുവെക്കാനില്ലെന്നും അന്വേഷണവുമായി സഹകരിക്കുമെന്നും സ്കൂൾ അധികൃതർ വ്യക്തമാക്കി. അന്വേഷണത്തിന്റെ ഭാഗമായി സ്കൂളിലെ CCTV ദൃശ്യങ്ങളടക്കം പോലീസ് ശേഖരിച്ചു. കുടുംബം പറയുന്ന സ്കൂളിലെ സമൂഹമാധ്യമ കൂട്ടായ്മയെക്കുറിച്ച് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. മിഹിറിനെ അപകീർത്തിപ്പെടുത്തുന്ന ചാറ്റുകളുടെ വിശദാംശങ്ങളും പോലീസ് ശേഖരിച്ചു. ഈ മാസം 15-ാം തീയതിയാണ് മിഹിറിനെ ഫ്ളാറ്റിൽ നിന്ന് ചാടി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ന്യൂസ് 18 കൊച്ചി. നെന്മാറ ഇരട്ട കൊലപാതക കേസിലെ പ്രതിയായ ചെന്താമരയെ കസ്റ്റഡിയിൽ വാങ്ങാൻ പോലീസ് തിങ്കളാഴ്ച അപേക്ഷ നൽകും. ബുധനാഴ്ച മുതൽ പ്രതിയുമായി തെളിവെടുപ്പ് നടത്താനാണ് പോലീസിന്റെ തീരുമാനം. നാട്ടുകാരുടെ രോഷം കണക്കിലെടുത്ത് അതീവ സുരക്ഷയിലായിരിക്കും തെളിവെടുപ്പ് നടത്തുക. കൊല്ലപ്പെട്ട സുധാകരന്റെ മകൾക്ക് CPM സഹകരണ സ്ഥാപനത്തിൽ ജോലി നൽകും. നിയമ പോരാട്ടത്തിനുള്ള പിന്തുണ കുടുംബത്തിന് നൽകുമെന്നും പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു അറിയിച്ചു. മൂത്ത മകൾക്ക് ജില്ലാ ആശുപത്രിയിൽ ജോലി നൽകണമെന്ന് വീണ ജോർജിനോട് ആവശ്യപ്പെട്ടതായും ഗാന്ധിഗ്രാം പദ്ധതിയിൽ നിന്ന് 50,000 രൂപ നൽകുമെന്ന് രമേശ് ചെന്നിത്തലയും പറഞ്ഞു. ഈ സർക്കാർ ഈ കുട്ടികളെ ഏറ്റെടുക്കുക. ഞാൻ മന്ത്രി വീണ ജോർജുമായി ഇപ്പോൾ ഫോണിൽ സംസാരിച്ചു. ഈ കുട്ടികൾക്ക് ഫോൺ കൊടുത്ത് മന്ത്രിയോട് ഈ കുട്ടികൾ സംസാരിച്ചു. നഴ്സിംഗ് പാസ്സായ കുട്ടിക്ക് ഇവിടെ ജില്ലാ ആശുപത്രിയിൽ ജോലി കൊടുക്കാമെന്ന് മന്ത്രി സമ്മതിച്ചിട്ടുണ്ട്. പഠനം നടത്തുന്ന BCom പഠിക്കുന്ന അതുല്യയ്ക്ക് എല്ലാ സഹായവും ചെയ്തു കൊടുക്കാമെന്ന് ഇപ്പോൾ മന്ത്രി സമ്മതിച്ചിട്ടുണ്ട്. ജില്ലാ വനിതാക്ഷേമ ഉദ്യോഗസ്ഥന്മാർ ഇവിടെ വരും. ആ കാര്യങ്ങളെല്ലാം ക്രമീകരിക്കാമെന്ന് മന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ട്. എനിക്കൊരു പദ്ധതിയുണ്ട്, ഗാന്ധിഗ്രാം എന്ന്. ഈ പാവപ്പെട്ടവരെ സഹായിക്കാൻ വേണ്ടി ഒരു പദ്ധതിയാണ്. പട്ടികജാതി കുടുംബങ്ങളെയും പാവങ്ങളെയും സഹായിക്കും. അതിൽ നിന്ന് ഞാൻ 50,000 രൂപ ഈ കുടുംബത്തിന് നൽകുന്നതാണ്.
മുനമ്പത്ത് വ്യാജ തിരിച്ചറിയൽ കാർഡുമായി താമസിച്ച 27 ബംഗ്ലാദേശികൾ പിടിയിലായി. ഇതര സംസ്ഥാന തൊഴിലാളികളെന്ന വ്യാജേന ലേബർ ക്യാമ്പിൽ താമസിച്ചവരാണ് അറസ്റ്റിലായത്. ആലുവ പോലീസും തീവ്രവാദ വിരുദ്ധ സ്ക്വാഡും സംയുക്തമായി നടത്തിയ റെയ്ഡിലാണ് ബംഗ്ലാദേശികൾ പിടിയിലാകുന്നത്. ക്ലീൻ റൂറൽ എന്ന പേരിൽ കൊച്ചിയിൽ നടന്ന പരിശോധനയിലാണ് ഈ മാസം 15-ന് പെരുമ്പാവൂരിൽ നിന്നും ബംഗ്ലാദേശി യുവതി തസ്ലിമ ബീഗം പിടിയിലാകുന്നത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് കൂടുതൽ ബംഗ്ലാദേശികൾ അറസ്റ്റിലാകുന്നത്. 50ഓളം പേരെ കസ്റ്റഡിയിലെടുത്ത് നടത്തിയ ചോദ്യം ചെയ്യലിൽ 27 പേർ വ്യാജ ആധാർ രേഖകൾ ഉപയോഗിച്ച് എറണാകുളത്ത് താമസിക്കുന്നവരാണെന്ന് കണ്ടെത്തി. പിടിയിലായവർ 3 മാസം മുതൽ 10 വർഷമായി ഇവിടെ താമസിക്കുന്നുണ്ടെന്ന് വ്യക്തമായതായി ആലുവ റൂറൽ SP വൈഭവ് സക്സേന. 3 മാസം മുതൽ ഏകദേശം കുറേ നാളായിട്ട് മീൻസ് ഒരാൾ 10 വർഷം ഇവിടെ താമസിച്ചിരുന്നു. അതിർത്തി കടന്ന് പശ്ചിമ ബംഗാളിലെത്തി അവിടെ നിന്ന് ഏജന്റ് വഴിയാണ് ഇവർ ആധാർ കാർഡ് തരപ്പെടുത്തിയത്. കേരളത്തിൽ ഇവർക്ക് സഹായം ലഭിക്കുന്നുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. കേരളത്തിൽ ജോലി ചെയ്താൽ സാമ്പത്തികമായി വലിയ ലാഭമുണ്ടാക്കാമെന്ന് കരുതിയാണ് എത്തിയതെന്നാണ് പിടിയിലായ ബംഗ്ലാദേശികൾ പോലീസിന് നൽകിയ മൊഴി. ഇവരെ നാട് കടത്തുന്നതടക്കമുള്ള കാര്യങ്ങൾ സർക്കാരുമായി ആലോചിച്ച ശേഷം തീരുമാനിക്കുമെന്ന് SP അറിയിച്ചു. ന്യൂസ് 18 കൊച്ചി. ചോറ്റാനിക്കരയിൽ ആൺ സുഹൃത്തിൽ നിന്ന് അതിക്രൂര പീഡനമേറ്റ പെൺകുട്ടിയുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ്. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെന്റിലേറ്ററിലാണ് പെൺകുട്ടി. പ്രതി അനൂപിനെ കഴിഞ്ഞ ദിവസം കോടതി റിമാൻഡ് ചെയ്തിരുന്നു. കേസിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടോ എന്ന കാര്യത്തിലും അന്വേഷണം നടത്തുന്നുണ്ട്. ചുറ്റിക കൊണ്ടും കൈകൊണ്ടും ആക്രമിച്ചെന്നും മരിച്ചെന്ന് കരുതി രക്ഷപ്പെട്ടെന്നുമാണ് പ്രതിയുടെ മൊഴി. രാജ്യം അതിവേഗം വികസന പാതയിലൂടെ മുന്നേറുകയാണെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനം തുടങ്ങി. സാമ്പത്തിക സർവേ റിപ്പോർട്ട് സഭയിൽ വെച്ചു. നാളെയാണ് പൊതുബജറ്റ്. ലക്ഷ്യം വികസിത ഭാരതം. എല്ലാ മേഖലയിലെയും വികസനം ഉറപ്പാക്കും. സ്ത്രീകൾക്കും യുവജനങ്ങൾക്കും പ്രത്യേക പരിഗണന. ബജറ്റ് സമ്മേളനത്തിന് മുന്നോടിയായി മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്താൽ പാവപ്പെട്ടവർക്കും ഇടത്തരക്കാർക്കും അഭിവൃദ്ധി ഉണ്ടാകുമെന്നും प्रधानमंत्री नरेंद्र मोदी. ये बजट एक नया विश्वास पैदा करेगा, नई ऊर्जा देगा. हम सर्वांगीण विकास के संकल्प को लेकर के मिशन मोड में आगे बढ़ते जा रहे हैं. रिफॉर्म, परफॉर्म एंड ट्रांसफॉर्म. राज्य और केंद्र सरकार ने मिलकर के परफॉर्म करना होता है. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ചരിത്രപരമായ തീരുമാനമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. വഖഫ് ബില്ലിലും രാഷ്ട്രപതിയുടെ പ്രശംസ. 25 കോടി ജനങ്ങളെ ഈ സർക്കാർ ദാരിദ്ര്യത്തിൽ നിന്നും കരകയറ്റി. ബജറ്റ് സമ്മേളനം തുടങ്ങുന്നതിന് ഭാഗമായി പാർലമെന്റ് ഇരുസഭകളുടെയും സംയുക്ത സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു രാഷ്ട്രപതി. भारत की विकास यात्रा के इस अमृतकाल को आज मेरी सरकार अभूतपूर्व उपलब्धियों के माध्यम से नई ऊर्जा दे रही है. तीसरे कार्यकाल में 3 गुना तेज गति से काम हो रहा है. प्रधानमंत्री आवास योजना का विस्तार करते हुए 3 करोड़ अतिरिक्त परिवारों को नए घर देने का निर्णय लिया गया है. इसके लिए 5,36,000 करोड़ रुपया खर्च किए जाने की योजना है. ബജറ്റ് സമ്മേളനത്തിനായി പാർലമെന്റിലെത്തിയ രാഷ്ട്രപതിയെ പ്രധാനമന്ത്രിയും ഉപരാഷ്ട്രപതിയും ചേർന്ന് സ്വീകരിച്ചു. प्रक्रिया इस देश की संवैधानिक व्यवस्था और ये देखिए राष्ट्रपति का स्वागत करने के लिए प्रधानमंत्री नरेंद्र मोदी, उपराष्ट्रपति जगदीप धनखड़. 2 ഘട്ടങ്ങളായി ഏപ്രിൽ 4 വരെ നീളുന്ന ബജറ്റ് സമ്മേളനത്തിന്റെ ആദ്യഘട്ടം ഫെബ്രുവരി 13 വരെയാണ്. ധനമന്ത്രി എന്ന നിലയിൽ നിർമ്മല സീതാരാമന്റെ തുടർച്ചയായ 8ാമത്തെ ബജറ്റ് നാളെ അവതരിപ്പിക്കും. നാഷണൽ ഡെസ്ക് ന്യൂസ് 18. ആദായനികുതി സംവിധാനത്തിൽ പൊളിച്ചെഴുതൽ ഉണ്ടാകുമോ? ഇതാണ് നാളെ പാർലമെന്റിൽ അവതരിപ്പിക്കാൻ പോകുന്ന കേന്ദ്ര ബജറ്റിലെ ആകാംക്ഷ. 10 ലക്ഷം വരെ വാർഷിക വരുമാനം ഉള്ളവർക്ക് ആദായനികുതി ഒഴിവാക്കിയേക്കാമെന്ന സുപ്രധാനമായ പ്രഖ്യാപനം ബജറ്റിലുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സാമ്പത്തിക രംഗം പ്രതീക്ഷിത വളർച്ച കൈവരിക്കാത്ത സാഹചര്യത്തിൽ ഇടത്തരക്കാരുടെ ധനവിനിയോഗം കൂട്ടാനുള്ള മറ്റ് നിർദ്ദേശങ്ങളും ബജറ്റിലുണ്ടായേക്കാം. പുതിയ നികുതി വ്യവസ്ഥ തെരഞ്ഞെടുത്തവരിൽ 7.5 ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ളവർക്ക് നിലവിൽ ആദായ നികുതിയില്ല. ഇത് 2.5 ലക്ഷം രൂപ വർദ്ധിപ്പിച്ച് 10 ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ളവരെ ഇനി മുതൽ ആദായ നികുതി പരിധിയിൽ നിന്നും ഒഴിവാക്കുന്നതാണ് പരിഗണിക്കുന്നത്. നികുതി അടയ്ക്കേണ്ടതില്ലെങ്കിലും വാർഷിക വരുമാനം 3 ലക്ഷം രൂപ വരെയുള്ളവർ ആദായ നികുതി റിട്ടേൺ സമർപ്പിക്കണം. ഇതിന്റെ പരിധി 5 ലക്ഷം രൂപയായി വർദ്ധിപ്പിക്കുന്നതും ബജറ്റിൽ പരിഗണിക്കാനാണ് സാധ്യത. അതായത് വാർഷിക വരുമാനം 5 ലക്ഷം രൂപ വരെയുള്ളവർ ഇനി മുതൽ റിട്ടേൺ പോലും സമർപ്പിക്കേണ്ടതില്ല. 5 ലക്ഷത്തിനും 20 ലക്ഷത്തിനുമിടയിൽ വാർഷിക വരുമാനമുള്ളവർക്ക് 25% ടാക്സ് സ്ലാബ് അവതരിപ്പിക്കുന്നതും ആലോചനയിലുണ്ടെന്നാണ് സൂചന.
കഴിഞ്ഞ ബജറ്റിൽ പുതിയ നികുതി ഘടന തെരഞ്ഞെടുത്തവർക്കാണ് കൂടുതൽ ഇളവുകൾ പ്രഖ്യാപിച്ചത്. ഇത്തവണയും അത് പ്രതീക്ഷിക്കാം. പുതിയ നികുതി വ്യവസ്ഥയിൽ കൂടുതൽ ഇളവുകൾ നൽകി പഴയ നികുതി വ്യവസ്ഥയെ അപ്രധാനമാക്കാനാണ് സർക്കാർ നീക്കമെന്നാണ് സൂചന. പുതിയ നികുതി വ്യവസ്ഥ ആകർഷകമായതോടെ കഴിഞ്ഞ സാമ്പത്തിക വർഷം 73% നികുതിദായകരും പുതിയ രീതിയിലേക്ക് മാറിയിരുന്നു. സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 75,000 രൂപയിൽ നിന്നും 1 ലക്ഷം രൂപയായി ഉയർത്തുന്നതും ആലോചനയിലുണ്ട്. ATC ആനുകൂല്യം പുതിയ നികുതി വ്യവസ്ഥ തെരഞ്ഞെടുത്തവർക്കും അനുവദിച്ചേക്കാം. ഇടത്തരക്കാരിലേക്ക് കൂടുതൽ പണം എത്തിക്കുക, അതുവഴി പണവിനിയോഗം വർദ്ധിപ്പിക്കുക എന്നതാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നതെന്നാണ് സൂചന. പ്രതീക്ഷിത സാമ്പത്തിക വളർച്ച കൈവരിക്കാത്തതിന്റെ കാരണം ഇടത്തരക്കാരിൽ പണം എത്താത്തതുകൊണ്ടെന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെ വിലയിരുത്തൽ. ഇതിനുള്ള പരിഹാരമായിട്ടാണ് നികുതി ഘടനയിലെ ഈ വലിയ മാറ്റം കേന്ദ്രം പരിഗണിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. വലിയ പ്രതീക്ഷയോടെയാണ് കേന്ദ്ര ബജറ്റിനെ ഇത്തവണ കേരളം കാത്തിരിക്കുന്നത്. സംസ്ഥാനത്തിന് പ്രത്യേക സാമ്പത്തിക പാക്കേജിന് പുറമെ ദീർഘകാലമായ നിരവധി ആവശ്യങ്ങളും ഇത്തവണ പരിഗണിക്കുമെന്ന പ്രതീക്ഷയിലാണ് കേരളം. കേന്ദ്രം നിരന്തരമായി അവഗണിക്കുന്നുവെന്ന പരാതിയുള്ള സംസ്ഥാനമാണ് കേരളം. പക്ഷേ ഇത്തവണ വിശദമായ പദ്ധതികളും ആവശ്യങ്ങളും തയ്യാറാക്കി നൽകി സംസ്ഥാനം കാത്തിരിക്കുകയാണ്. കേരളത്തിന്റെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ ഇങ്ങനെയാണ്: 24,000 കോടിയുടെ പ്രത്യേക സാമ്പത്തിക പാക്കേജ്, GST നഷ്ടപരിഹാര പ്രതിസന്ധി, കടമെടുപ്പ് പരിധി കുറച്ചത്, ഇതെല്ലാം ഉണ്ടാക്കിയ സാമ്പത്തിക മാന്ദ്യം മറികടക്കാൻ 2 വർഷത്തിനുള്ളിൽ ലഭ്യമാകുന്ന പാക്കേജാണ് കേരളം ആവശ്യപ്പെടുന്നത്. വയനാട് മുണ്ടക്കൈ ദുരന്തം അതിതീവ്ര ദുരന്തമായി കേന്ദ്രം പ്രഖ്യാപിച്ചു. എന്നാൽ പ്രത്യേക സഹായമെന്ന ആവശ്യം നീളുകയാണ്. 2,000 കോടിയുടെ സഹായം ബജറ്റിൽ പ്രതീക്ഷിക്കുന്നു. വിഴിഞ്ഞം പദ്ധതിക്കായി പ്രത്യേക സഹായമാണ് കേരളം ആവശ്യപ്പെടുന്നത്. അനുബന്ധ വികസനത്തിനായി 5,000 കോടിയാണ് ആവശ്യപ്പെട്ടത്. ഒപ്പം നിലവിൽ വായ്പയായി അനുവദിച്ചിരിക്കുന്ന കേന്ദ്ര വിഹിതം ഗ്രാന്റായി നൽകണം. റെയിൽ റോഡ് രംഗത്തെ കേരളത്തിന്റെ പ്രതീക്ഷകൾ ഇവയാണ്. സിൽവർ ലൈനിൽ പച്ചക്കൊടി കാട്ടുമെന്ന സൂചന കേന്ദ്രം നൽകുന്നുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ ഈ അഭിമാന പദ്ധതിക്ക് കേന്ദ്ര അനുമതി കിട്ടുമോ? അങ്കമാലി ശബരി, നിലമ്പൂർ നഞ്ചങ്കോട്, തലശ്ശേരി മൈസൂർ എന്നീ പാതകൾക്ക് പരിഗണന കിട്ടുമെന്ന് കേരളം പ്രതീക്ഷിക്കുന്നു. റബ്ബറിന് താങ്ങുവില ഉറപ്പാക്കാൻ 1,000 കോടിയുടെ വിലസ്ഥിരതാ ഫണ്ടാണ് കേരളം കേന്ദ്രത്തോട് ആവശ്യപ്പെടുന്നത്. കടമെടുപ്പ് പരിധി ഉയർത്തണം. ഉപാധിരഹിതമായി 3.5% പരിധി ഉയർത്തണമെന്നാണ് കേരളത്തിന്റെ ആവശ്യം. ഇതിന് പുറമെ ദീർഘകാല ആവശ്യങ്ങളായ എയിംസ് പ്രഖ്യാപനം, ശബരിമലയ്ക്ക് പ്രത്യേക പദ്ധതി എന്നിവയെല്ലാം കേരളത്തിന്റെ പ്രതീക്ഷകളിലുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ഇനി ഡൽഹി തെരഞ്ഞെടുപ്പ് വാർത്തകൾ. യമുനയിൽ വിഷാംശം കലർത്തിയെന്ന പരാമർശത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുൻപാകെ അരവിന്ദ് കെജ്രിവാൾ ഹാജരായി മറുപടി നൽകി. വിഷം കലർന്നുവെന്ന പ്രസ്താവന വെള്ളത്തിൽ അമോണിയയുടെ അളവ് അപകടകരമായി ഉയരുന്ന പശ്ചാത്തലത്തിൽ നടത്തിയതാണെന്നും അതിന് പിന്നിൽ മറ്റ് ഉദ്ദേശം ഇല്ല എന്നും കേജ്രിവാൾ കമ്മീഷനെ അറിയിച്ചു. ഹരിയാന മുഖ്യമന്ത്രിക്കെതിരെ വിമർശനം, പക്ഷേ കേജ്രിവാൾ ഇപ്പോഴും തുടരുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ER രാഗേഷ് ചേരുകയാണ് ഡൽഹിയിൽ നിന്ന്. രാഗേഷ്, യമുനയിൽ വിഷം കലർത്തി ഹരിയാന സർക്കാർ എന്ന പരാമർശത്തിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുകയാണല്ലോ. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ ഹാജരായപ്പോൾ അത് ഈ അമോണിയയുടെ കാര്യം പറഞ്ഞുകൊണ്ട് ഈ നടപടികളിൽ നിന്ന് രക്ഷ നേടുവാനുള്ള ശ്രമമാണോ കേജ്രിവാൾ നടത്തുന്നത്? അതെ മഞ്ജുഷ, അമോണിയം തന്നെയാണെന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണം കേജ്രിവാൾ ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. പക്ഷേ ഹരിയാന സർക്കാരിനെതിരായ വിമർശനം അദ്ദേഹം തുടരുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടികൾ അദ്ദേഹം വിമർശനം തുടരുന്നു. കാരണം ഇന്ന് കമ്മീഷന് മുമ്പാകെ അദ്ദേഹം നേരിട്ട് ഹാജരായാണ് മറുപടി നൽകിയത്. 2 മുഖ്യമന്ത്രിമാർ അതിഷിയും ഭഗവന്ത് മാനും കേജ്രിവാളിനൊപ്പം ഉണ്ടായിരുന്നു. കേജ്രിവാൾ ഇപ്പോഴുണ്ടായിരിക്കുന്ന നടപടികളെ വിജയം എന്നാണ് അവകാശപ്പെടുന്നത്. കാരണം ജനുവരി 26, 27 തീയതികളിലാണ് യമുനയിലെ വെള്ളത്തിൽ അമോണിയയുടെ അളവ് ഏതാണ്ട് 7 ppm ആയിരുന്നു. അത് പക്ഷേ താൻ ഉൾപ്പെടെ ആം ആദ്മി പാർട്ടി പ്രതിഷേധിച്ചതോടുകൂടി അത് 2 ppm ആയി കുറഞ്ഞു. അതായത് ഇരട്ടിയിലധികം കുറഞ്ഞു. അതൊരു വലിയ വിജയമാണ്. അല്ലെങ്കിൽ ഡൽഹിയിലെ ജനം കുടിവെള്ളം കിട്ടാതെ ബുദ്ധിമുട്ടിയേനെ എന്നാണ് ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞത്. മാത്രവുമല്ല, ഈ തന്റെ സമരത്തിനൊപ്പം നിന്ന ഡൽഹി നിവാസികൾക്ക് അദ്ദേഹം അഭിവാദ്യം ചെയ്യുകയും ചെയ്തു. അങ്ങനെ ഒരു വിജയമായി കേജ്രിവാൾ അവകാശപ്പെടുകയാണ്. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ കടുത്ത വിമർശനം അദ്ദേഹം നടത്തുന്നുണ്ട്. കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തനിക്കെതിരെ നടപടി നേരത്തെ തന്നെ നിശ്ചയിച്ചതാണ്. ആ നടപടി എപ്പോൾ വേണമെങ്കിലും ഉണ്ടാകാമെന്ന് കേജ്രിവാൾ പറയുന്നു. മാത്രവുമല്ല, സാരി വിതരണം അടക്കം ഡൽഹിയിൽ നടന്നിട്ടുണ്ട്. അതിലൊന്നും തന്നെ ഒരു ഇടപെടൽ നടത്താത്ത കമ്മീഷൻ താൻ വെള്ളത്തിൽ അമോണിയ കലക്കുന്ന കാര്യം സൂചിപ്പിച്ചപ്പോൾ പെട്ടെന്ന് ഇടപെടുന്നു. അങ്ങനെ കമ്മീഷൻ രാഷ്ട്രീയം കളിക്കുന്ന ആരോപണം അദ്ദേഹം ഉയർത്തുന്നു. മാത്രവുമല്ല, ഹരിയാന സർക്കാർ ഇത്തരത്തിൽ അമോണിയ കലർന്ന വെള്ളം ഡൽഹിയിലേക്ക് ഒഴുക്കിയത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഹരിയാന മുഖ്യമന്ത്രി നായബ് സിംഗ് സൈനിക്കെതിരെ ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്യണമെന്ന ആവശ്യം കൂടി കേജ്രിവാൾ ഉന്നയിക്കുന്നു. ഏതായാലും വിഷാംശം എന്ത് അമോണിയയാണെന്ന് കേജ്രിവാൾ പറയുമ്പോൾ പോലും ഹരിയാനയ്ക്കെതിരായ നിലപാടിൽ അദ്ദേഹം വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറാകും. രാകേഷാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ
നിർദ്ദേശങ്ങൾ നൽകിയത്. വ്യക്തമായ ഭൂരിപക്ഷത്തോടെ ആം ആദ്മി പാർട്ടിക്ക് തുടർഭരണം കിട്ടുമെന്ന് ഡൽഹി മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ ന്യൂസ് 18നോട് പറഞ്ഞു. ജനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് ജനം മനസ്സറിഞ്ഞ് വോട്ട് ചെയ്യുമെന്നാണ് സിസോദിയ പ്രതികരിക്കുന്നത്. ജംഗ്പുര മണ്ഡലത്തിൽ ഇത്തവണ സിസോദിയ പോരാട്ടം നടത്തുകയാണ്. 2013 കന്യംഗത്തിൽ ജയം 11,000 വോട്ടിന്. 2015 ഭൂരിപക്ഷം 28,000 കടന്നു. 2020 ആം ആദ്മി പാർട്ടി വമ്പൻ ജയം നേടിയെങ്കിലും മനീഷ് സിസോദിയുടെ ഭൂരിപക്ഷം 3,207 വോട്ടുകൾക്ക് ഒതുങ്ങി. 3 തവണ നിയമസഭയിലെത്തിച്ച പട്പട്ഗഞ്ചിൽ നിന്ന് മാറി ജംഗ്പുരയിൽ നിന്നാണ് ഇത്തവണ ആം ആദ്മി പാർട്ടിയിലെ രണ്ടാമന്റെ പോരാട്ടം. ഭരണവിരുദ്ധ വികാരം മറികടക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മനീഷ് സിസോദിയ അടക്കമുള്ള MLA-മാരെ മണ്ഡലം മാറ്റിയുള്ള ആം ആദ്മി പാർട്ടിയുടെ പരീക്ഷണം. ജംഗ്പുരയിൽ പ്രചാരണ തിരക്കിനിടെ ന്യൂസ് 18നുമായി സിസോദിയ പ്രതീക്ഷ പങ്കുവച്ചു. വ്യക്തമായ ഭൂരിപക്ഷത്തോടെ ആം ആദ്മി പാർട്ടി തുടർഭരണം നേടും. കേജ്രിവാൾ നടപ്പാക്കിയ ജനക്ഷേമ പ്രവർത്തനങ്ങൾ വോട്ടാകും. ഇത്തവണ മത്സരിക്കുന്നത് ജംഗ്പൂരിലാണ്. അദ്ദേഹത്തോട് തന്നെ പ്രതീക്ഷകൾ ചോദിക്കാം. इस बार भी बहुत कंफर्टेबल गवर्नमेंट बनेगी और लोग केजरीवाल जी के काम को और उनके दिल में दिल्ली की जनता के लिए जो प्यार मोहब्बत है उसको सम्मान करते हुए और उन्होंने जो काम किए पिछले 10 साल में लोगों के जीवन जीने में जो आसानियां लाई हैं, उनकी तरक्की के लिए जो स्कूल अस्पताल का काम किया है उसके लिए निश्चित रूप से आम आदमी पार्टी को वोट दे रहे हैं. आज अगर विकास की कोई राजनीति की बात करता है तो सारी पार्टियां विकास पे काम करने वाली पार्टियां उसके साथ खड़ी होती हैं. ജനങ്ങൾ നിറഞ്ഞ മനസ്സോടെയാകും ആം ആദ്മി പാർട്ടിക്ക് വോട്ട് നൽകുകയെന്നും സിസോദിയ. जनता जब देती है तो छप्पर फाड़ के देती है. പട്പട്ഗഞ്ചിനേക്കാൾ സുരക്ഷിത മണ്ഡലമായാണ് ജംഗ്പുരയെ ആം ആദ്മി പാർട്ടി കണക്കാക്കുന്നത്. ദളിത് ന്യൂനപക്ഷ വോട്ടുകൾ നിർണായകമായ നെഹ്റു നഗർ, നിസാമുദ്ദീൻ ബസ്തി, ദരിയാഗഞ്ച്, സൺലൈറ്റ് കോളനി തുടങ്ങിയ പ്രദേശങ്ങളുള്ള മണ്ഡലത്തിൽ വ്യക്തമായ മാർജിനിൽ ജയം ആം ആദ്മി പാർട്ടിയും സിസോദിയയും കണക്കുകൂട്ടുന്നു. 16,063 വോട്ടുകൾക്കാണ് ആം ആദ്മി പാർട്ടിയിലെ പ്രവീൺ കുമാർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചത്. വലിയ വിജയപ്രതീക്ഷയാണ് അദ്ദേഹം ഇത്തവണ പങ്കുവയ്ക്കുന്നത്. ക്യാമറമാൻ KP ധനേഷിനൊപ്പം PR രാഗേഷ്, ന്യൂസ് 18. പ്രയാഗ്രാജിലെ കുംഭമേള നഗരിയിൽ VIP പ്രോട്ടോകോൾ നിരോധിച്ചു. പ്രധാന സ്നാനങ്ങൾ നടക്കുന്ന ദിവസങ്ങളിലാണ് VIP പ്രോട്ടോകോൾ നിരോധിച്ചത്. മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് ഇതറിയിച്ചത്. പ്രധാന സ്നാനങ്ങൾ നടക്കുന്ന ഫെബ്രുവരി 3, 12, 26 തീയതികളിലാണ് നിരോധനം. ഫെബ്രുവരി 5-ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുമെന്നാണ് അറിയിപ്പ്. അമേരിക്കയിൽ യാത്രാ വിമാനവും ഹെലികോപ്റ്ററും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ആരും ജീവനോടെയില്ലെന്ന് സ്ഥിരീകരിച്ചു. വിമാനത്തിലുണ്ടായിരുന്ന 64 പേരും സൈനിക ഹെലികോപ്റ്ററിലുണ്ടായിരുന്ന 3 പേരും മരിച്ചു. 40 മൃതദേഹങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട്. പോട്ടോമാക് നദിയിൽ പരിശോധന തുടരും. വിമാനത്തിന്റെയും ഹെലികോപ്റ്ററിന്റെയും ബ്ലാക്ക് ബോക്സ് കണ്ടെടുത്തിട്ടുണ്ട്. സൈനിക ഹെലികോപ്റ്റർ അനുവദിച്ചതിലും ഉയരത്തിലാണ് പറന്നിരുന്നതെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടി. സംഭവത്തിൽ അന്വേഷണ റിപ്പോർട്ട് 30 ദിവസത്തിനകം പുറത്തുവിടും. ബഹിരാകാശ നടത്തത്തിൽ ചരിത്രം കുറിച്ച് സുനിത വില്യംസ്. ഏറ്റവും കൂടുതൽ സമയം ബഹിരാകാശത്ത് നടന്ന വനിത എന്ന റെക്കോർഡാണ് സുനിത വില്യംസ് സ്വന്തമാക്കിയത്. സുനിത വില്യംസും ബച്ച് വിൽമോറും വീണ്ടും അത്ഭുതപ്പെടുത്തുകയാണ്. 8 ദിവസം മാത്രം നിശ്ചയിച്ചിരുന്ന ദൗത്യം 8 മാസം പിന്നിടുമ്പോൾ പുതിയൊരു റെക്കോർഡിലേക്ക് നടന്നു കയറി സുനിത വില്യംസ്. 9 തവണയായി 62 മണിക്കൂർ 6 മിനിറ്റ് ബഹിരാകാശത്ത് നടന്നു എന്ന നേട്ടം ഇനി സുനിതയ്ക്ക് സ്വന്തം. തിരുത്തി കുറിച്ചത് 2017 ബഹിരാകാശ യാത്രികൻ പെഗ്ഗി വിറ്റ്സൺ കുറിച്ച ചരിത്രം. 10 തവണയായി പെഗ്ഗി 60 മണിക്കൂർ 21 മിനിറ്റാണ് ബഹിരാകാശത്ത് നടന്നത്. ബഹിരാകാശ നിലയത്തിലെ തകരാറായ റേഡിയോ കമ്മ്യൂണിക്കേഷൻ യൂണിറ്റ് ഇരുവരും വിജയകരമായി നീക്കി. നേരത്തെ 2 തവണ ശ്രമിച്ചിട്ടും ഈ ദൗത്യം പരാജയപ്പെട്ടിരുന്നു. സുനിതയെയും വിൽമോറിനെയും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് മടക്കിയെത്തിക്കാൻ ഇലോൺ മസ്കിനോട് കഴിഞ്ഞ ദിവസം ട്രംപ് നിർദ്ദേശിച്ചിരുന്നു. വിക്ഷേപണത്തിന് തൊട്ടു പിന്നാലെ ദൗത്യം അപ്രതീക്ഷിത വെല്ലുവിളികൾ നേരിട്ടതോടെയാണ് 8 ദിവസം മാത്രം നിശ്ചയിച്ചിരുന്ന ദൗത്യം നീണ്ടുപോയത്. ബഹിരാകാശത്ത് കുടുങ്ങിയെന്ന് ലോകം പറയുമ്പോഴും ഇല്ലെന്നായിരുന്നു നാസയുടെ വിശദീകരണം. ഇത് ഒരുപാട് ചർച്ചകൾക്കും വഴിവെച്ചു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. സ്വർണ്ണവില കുതിക്കുകയാണ്. പവന് 960 രൂപയാണ് ഇന്ന് കൂടിയത്. ഒറ്റ ദിവസം ഇത്രയും വില വർധനവുണ്ടാകുന്നത് സമീപ ദിവസങ്ങളിൽ ആദ്യമാണ്. ഇതോടെ പവന്റെ വില 61,840 രൂപയായി. ഗ്രാമിന് 120 രൂപ കൂടി 7,730 രൂപയിൽ എത്തിയിട്ടുണ്ട്. കഴിഞ്ഞയാഴ്ചയാണ് പവന്റെ വില 60,000 കടന്നത്. ഈ മാസത്തിന്റെ തുടക്കത്തിൽ 57,200 രൂപയായിരുന്നു സ്വർണ്ണവില. 30 ദിവസത്തിനിടെ 3,600 രൂപയുടെ വർധനവ്. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതരുടെ വായ്പ എഴുതിത്തള്ളുന്നതിൽ തീരുമാനം അറിയിക്കാൻ
അറിയിക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് ഹൈക്കോടതി ആവശ്യപ്പെട്ടു. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റേതാണ് നിർദ്ദേശം. ഹൈക്കോടതി സ്വമേധയാ എടുത്ത ഹർജി പരിഗണിച്ചപ്പോഴാണ് ഈ നിർദ്ദേശം നൽകിയത്. ദുരന്തബാധിതരുടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട കണക്കുകൾ സംസ്ഥാന സർക്കാർ നേരത്തെ തന്നെ വിശദമാക്കിയിരുന്നു. ജസ്റ്റിസ് ജയശങ്കർ നമ്പ്യാർ, ജസ്റ്റിസ് ഈശ്വരൻ എന്നിവർ ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചാണ് കേസ് പരിഗണിച്ചത്. ഭാസ്കര കാരടവർ വധക്കേസ് പ്രതി ഷെറിന് ശിക്ഷാ ഇളവ് നൽകാനുള്ള നീക്കത്തിനെതിരെ രമേശ് ചെന്നിത്തല. 3 ജീവപര്യന്തം വിധിക്കപ്പെട്ടയാൾക്ക് മന്ത്രിസഭയ്ക്ക് ശിക്ഷ ഇളവ് നൽകാൻ എങ്ങനെ കഴിയുമെന്ന് ചെന്നിത്തല ചോദിച്ചു. മുഖ്യമന്ത്രി അറിയാതെ ക്യാബിനറ്റിൽ ഇത് വരുമോ എന്നും ചെന്നിത്തല. 3 ജീവപര്യന്തം നൽകിയ കേസിലെ പ്രതിയെ വെറുതെ വിടാൻ വേണ്ടി ക്യാബിനറ്റ് തീരുമാനിച്ച് ഗവർണർക്ക് അയച്ചു എന്നുള്ളത് വളരെ ഗൗരവമായ വാർത്തയാണ്. ഒരിക്കലും അത് ഗവർണർ ഒപ്പിടാൻ പാടില്ല, അംഗീകരിക്കാനും പാടില്ല. 3 ജീവപര്യന്തം ഉള്ള ഒരു വ്യക്തി 1 ജീവപര്യന്തം പോലും അനുഭവിക്കുന്നതിന് മുമ്പ് തന്നെ അയാളെ ക്യാബിനറ്റ് കൂടി വെറുതെ വിടാനുള്ള തീരുമാനം ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. മനുഷ്യത്വരഹിതമായ കാര്യമാണ്. ഭാസ്കരക്കാരനവരെ കൊന്ന കേസിലെ പ്രതി എന്തടിസ്ഥാനത്തിലാണ് ഗവൺമെന്റ് ഇളവ് നൽകാൻ പറയുന്നത്? പാലക്കാട് ബ്രൂവറിക്ക് അനുമതി നൽകിയതിനെതിരെ BJP കോടതിയെ സമീപിക്കുമെന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി C. കൃഷ്ണകുമാർ. വഴിവിട്ട അനുമതിക്കും മലമ്പുഴയിൽ നിന്ന് വെള്ളം നൽകുന്നതിനുമെതിരെയാണ് ഹർജി നൽകുന്നത്. ചിറ്റൂരിലെ തെങ്ങിൻ തോപ്പുകളിൽ സൂക്ഷിക്കുന്ന സ്പിരിറ്റിന് പിന്നിൽ ആരാണെന്ന് CPM ജില്ലാ സെക്രട്ടറി വ്യക്തമാക്കണമെന്നും C. കൃഷ്ണകുമാർ ആവശ്യപ്പെട്ടു. ഞങ്ങൾ ഈ വഴിവിട്ട് നൽകിയ അനുമതി സംബന്ധിച്ചും അതുപോലെ തന്നെ മലമ്പുഴ വെള്ളം ഉപയോഗിക്കുന്നത് സംബന്ധിച്ചും ഞങ്ങൾ 2 വിഷയത്തിൽ ഞങ്ങൾ ഹൈക്കോടതിയെ സമീപിക്കും. ഞങ്ങൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിക്കും. ഇത് സംബന്ധിച്ച് അന്വേഷണം ഞങ്ങൾ ആവശ്യപ്പെടും. ഇതിൻ്റെ അനുമതി നൽകിയതിനെ സംബന്ധിച്ചുള്ള കാര്യത്തെ സംബന്ധിച്ച് അന്വേഷിക്കാൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ ഞങ്ങൾ സമീപിക്കും. ഡി സോൺ കലോത്സവത്തിന് പിന്നാലെ കാലിക്കറ്റ് സർവകലാശാല എ സോൺ കലോത്സവത്തിലും സംഘർഷം. മണ്ണാർക്കാട് KSU MSF പ്രവർത്തകരാണ് ഏറ്റുമുട്ടിയത്. നാദാപുരം പുളിയാവ് നാഷണൽ കോളേജിൽ SFI MSF പ്രവർത്തകർ തമ്മിലും കയ്യാങ്കളിയുണ്ടായി. ക്യാമ്പസിൽ കൊണ്ടും കൊടുത്തും സംഘർഷം തുടരുമ്പോൾ സമൂഹ മാധ്യമങ്ങളിലും ചേരിതിരിഞ്ഞ് പോർവിളി തുടരുകയാണ്. മണ്ണാർക്കാട് നടക്കുന്ന കാലിക്കറ്റ് സർവകലാശാല എ സോൺ കലോത്സവത്തിൽ KSUവും MSFും തമ്മിലായിരുന്നു സംഘർഷം. വിധി നിർണയവുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്നാണ് ഒരേ മുന്നണിയിലുള്ളവർ തമ്മിലടിച്ചത്. പോയിന്റ് നിലയിൽ മുന്നിലുള്ള മണ്ണാർക്കാട് MES കോളേജിന് തുടർച്ചയായി സ്ഥാനങ്ങൾ ലഭിക്കുന്നത് ഒറ്റപ്പാലം NSS കോളേജിലെ KSU ഭരിക്കുന്ന യൂണിയൻ നേതാക്കൾ ചോദ്യം ചെയ്തതാണ് സംഘർഷത്തിലേക്ക് നയിച്ചത്. ബി സോൺ കലോത്സവത്തിൽ കോഴിക്കോട് പുളിയാവ് കോളേജിലാണ് സംഘർഷമുണ്ടായത്. നാടക മത്സരം തീരും മുമ്പ് കർട്ടനിട്ടതുമായി ബന്ധപ്പെട്ടായിരുന്നു തർക്കം. ഗുരുവായൂരപ്പൻ കോളേജിലെയും ആർട്സ് കോളേജിലെയും വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. മറ്റൊരിനമായ നാടൻപാട്ട് മത്സരത്തിന്റെ റിസൾട്ടിനെ ചൊല്ലി SFI MSF പ്രവർത്തകർ ഏറ്റുമുട്ടി. കോഴിക്കോട് ഗവൺമെന്റ് ലോ കോളേജ് യൂണിയൻ ചെയർമാൻ സാനന്ദിനെ മർദ്ദിച്ചെന്നും വൈസ് ചെയർപേഴ്സൺ ഗോപികയെ മുറിയിൽ പൂട്ടിയിട്ട് അപമര്യാദയായി പെരുമാറിയെന്നുമാണ് പരാതി. സംഭവത്തിൽ SFI വളയം പോലീസിൽ പരാതി നൽകി. കഴിഞ്ഞ ദിവസം ഡി സോൺ കലോത്സവത്തിനിടെ ഉണ്ടായ സംഘർഷത്തിൽ 10 SFI പ്രവർത്തകർക്കെതിരെ കേസെടുത്തു. KSU നേതാവ് ഷാജിയുടെ പരാതിയിലാണ് നടപടി. പെരിയ കേന്ദ്ര സർവകലാശാലയിൽ KSU വിദ്യാർത്ഥി അഭിരാമിന് നേരെ ആക്രമണമുണ്ടായി. മർദ്ദിച്ചത് SFI-കാരനെന്ന് KSU ആരോപിച്ചു. പെരിയ ഇരട്ടക്കൊലക്കേസിലെ വിട്ടയക്കപ്പെട്ട പ്രതി N. ബാലകൃഷ്ണന്റെ നേതൃത്വത്തിൽ ആശുപത്രിയിൽ കയറി ആക്രമിച്ചെന്നും KSU ആരോപിച്ചു. ന്യൂസ് ബ്യൂറോസ്, ന്യൂസ് 18. CPM കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന് ഇന്ന് പതാക ഉയരും. വൈകിട്ട് 6 മണിക്ക് പൊതുസമ്മേളന നഗരിയിൽ പതാക ഉയരുന്നതോടെ 3 ദിവസം നീളുന്ന സമ്മേളനത്തിന് തുടക്കമാകും. തളിപ്പറമ്പ് ഉണ്ടപ്പറമ്പിലെ സീതാറാം യെച്ചൂരി നഗറിൽ പതാക, കൊടിമര, ദീപശിഖ ജാഥകൾ സംഗമിക്കും. ഏരിയ സമ്മേളനങ്ങൾ തെരഞ്ഞെടുത്ത 496 പ്രതിനിധികളും 51 ജില്ലാ കമ്മിറ്റി അംഗങ്ങളും പ്രതിനിധി സമ്മേളനത്തിൽ പങ്കെടുക്കും. ശനിയാഴ്ച രാവിലെ തുടങ്ങുന്ന പ്രതിനിധി സമ്മേളനവും തിങ്കളാഴ്ച വൈകുന്നേരം നടക്കുന്ന പൊതുസമ്മേളനവും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. കഴിഞ്ഞ സമ്മേളനത്തിന് ശേഷമുള്ള കാലത്ത് പാർട്ടി അംഗങ്ങളുടെയും ബ്രാഞ്ച് ലോക്കൽ കമ്മിറ്റികളുടെയും എണ്ണത്തിൽ വർധനവുണ്ടായതായി ജില്ലാ സെക്രട്ടറി MB ജയരാജൻ ചൂണ്ടിക്കാട്ടി. പാലക്കാട് ശേഖരിപുരത്ത് കാനയിൽ മൃതദേഹം.
കറുകോടി സ്വദേശി രാജേഷിന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. ലോട്ടറി വിൽപ്പനക്കാരനാണ് രാജേഷ്. താഴ്ചയുള്ള കാനയിലേക്ക് തലയടിച്ച് വീണതാകാമെന്നാണ് നിഗമനം. പാലക്കാട് നോർത്ത് പോലീസ് അന്വേഷണം തുടങ്ങി. വായനയുടെ വസന്തം കോഴിക്കോട് മുയിപ്പോത്തുകാർക്ക് അനുഭവപ്പെടുന്നത് പുസ്തക ചർച്ചകളിലൂടെയാണ്. വായിച്ച പുസ്തകങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളിൽ എഴുത്തുകാരൻ തന്നെ എത്തുമ്പോൾ ആവേശം കൂടും. ബെന്യാമിനും ആർ രാജശ്രീയുമെല്ലാം വീട്ടുമുറ്റത്തെ ചർച്ചകളിൽ പങ്കെടുത്തിട്ടുണ്ട്. മുയിപ്പോത്ത് എന്ന ഗ്രാമം സായാഹ്നങ്ങളിൽ പുസ്തകം ചർച്ച ചെയ്യുകയാണ്. വായിച്ച പുസ്തകങ്ങളെക്കുറിച്ച് ഇതിനകം 45ഓളം സംവാദങ്ങളും ചർച്ചകളും നടന്നു. ആർ രാജശ്രീയുടെ ആത്രേയകവും ബെന്യാമിന്റെ മോൺട്രീഷ്യർ ഡയറിയുമെല്ലാം എഴുത്തുകാരനൊപ്പം ഇരുന്ന് അവർ ചർച്ച ചെയ്തു. സോഷ്യൽ ഫാബ്രിക്സിന് വളരെ ശക്തമായ ഒരു ഇടം നൽകുക എന്നൊക്കെയുള്ള വലിയ ആശയങ്ങളാണ് സാഹിത്യ ചർച്ചയ്ക്കുപരിയായി ഇതിലൂടെ സാധ്യമാകുന്നത്. അതോടൊപ്പം തന്നെ നമ്മളുടെ കുടുംബാംഗങ്ങളിൽ കുട്ടികളിലൊക്കെ സാഹിത്യവാസന വളർത്തുന്നതിനും കുടുംബങ്ങൾ തമ്മിലുള്ള ഐക്യം ശക്തിപ്പെടുന്നതിനുമൊക്കെ ഈ സാഹിത്യ ചർച്ച വളരെയധികം പ്രയോജനപ്പെടുന്നുണ്ട്. ഇതിൻ്റെ സംഘാടകർക്ക്, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർക്ക്, ഇതിന്റെ ആശയം രൂപം നൽകിയവർക്ക് എല്ലാവർക്കും എന്റെ ആശംസകൾ നേർന്നു. സംവാദാത്മകമായ വീട്ടുമുറ്റങ്ങൾ എന്ന ലക്ഷ്യവുമായി 2018 തുടങ്ങിയ ജനകീയ സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിലാണ് പുസ്തക ചർച്ചകൾ നടക്കുന്നത്. കോവിഡ് കാലത്ത് ഓൺലൈനായും ചർച്ചകൾ നടന്നിരുന്നു. 2018 ജനുവരി 4 രൂപം കൊണ്ട ഈ സാംസ്കാരിക സംഘം ഏതാണ്ട് 80ഓളം പരിപാടികൾ ഇപ്പോൾ നടത്തിയിട്ടുണ്ട്. അറിയപ്പെടുന്ന ആൾക്കാരൊക്കെ തന്നെ ഈ പരിപാടിയുടെ ഭാഗമായിട്ടുണ്ട്. ഈ പൊതുയിടത്തെ, നഷ്ടപ്പെടുന്ന പൊതുയിടങ്ങളെ തിരിച്ചുകൊണ്ടുവരിക എന്നുള്ള ഏക ലക്ഷ്യത്തോടു കൂടിയാണ് ജനകീയ സാംസ്കാരിക വേദി പ്രവർത്തിക്കുന്നത്. പുസ്തകങ്ങൾ വിലക്കിഴിവിലെത്തിക്കാനും സംഘാടകർക്ക് കഴിയാറുണ്ട്. സാംസ്കാരിക, നാടക, കലാസാഹിത്യ പ്രവർത്തനങ്ങൾ കൊണ്ട് സമ്പന്നമാണ് ഈ ഗ്രാമം. ന്യൂസ് 18 കോഴിക്കോട്.